ആലപ്പുഴയിൽ മൈക്രോ ഫിനാൻസ് ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ സിപിഐ. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നാണ് ആരോപണം. പോലീസ് തിരുത്തണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു. ചാരുമൂട് സ്വദേശി ശശിയാണ് ആത്മഹത്യ ചെയ്തത്. ഒരാഴ്ചത്തെ തവണ മാത്രമാണ് മുടക്കമുണ്ടായത്. ഒരു തവണ മുടക്കമുണ്ടായതിനാണ് ആ സ്വകാര്യ ധനകാര്യ സ്ഥാപനം ഏർപ്പാട് ചെയ്ത കൊട്ടേഷൻ സംഘാംഗങ്ങൾ, ഗുണ്ടകളാണ് ഈ വീട്ടിലെത്തിയത്. ആ ഗൃഹനാഥനെ ആക്രമിച്ചു, വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ എങ്ങോട്ടും പോകാൻ അനുവദിച്ചില്ല. തീർച്ചയായിട്ടും ശശിയുടെ മരണം ആ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ അല്ലെ ആ ബ്ലേഡ് കമ്പനിയിലെ കൊട്ടേഷൻ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. ഒരു സാധാരണ കുടുംബത്തിന്റെ അത്താണിയാണ് പൊലിഞ്ഞിരിക്കുന്നത്. ആ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. പോലീസ് ഇതുവരെ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അക്കാര്യത്തിൽ പോലീസ് തിരുത്തൽ വരുത്തണം. ആലപ്പുഴയിൽ നിന്നും അശ്വിൻ പാലാഴിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഇന്നലെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. കുടുംബത്തിന്റെ പ്രതികരണം എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ ശശി എന്നയാളുടെ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനം, അവിടുത്തെ ആളുകൾ വന്ന് വീട്ടിൽ കയറുകയും വാഹനം ഉൾപ്പെടെ തടഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൽ വലിയ മനോവിഷമത്തിലായിരുന്നു ശശി എന്നയാൾ എന്ന് വീട്ടുകാർ തന്നെ പറയുന്നു, കുടുംബം തന്നെ അത്തരത്തിൽ പറയുന്നു. അതിന് പിന്നാലെയാണ് ഈ മരണമുണ്ടായത്. ആത്മഹത്യ ആണെങ്കിൽ കൂടി അതിൽ കൃത്യമായ പ്രേരണ അത് ഈ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ്. അതിലിപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് അവിടെ സിപിഐ പോലീസിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഈ അന്വേഷണത്തിൽ എന്താണ് പറയുക, ചില പ്രശ്നങ്ങളുണ്ട്, പാളിച്ചകളുണ്ട് എന്ന് എന്തുകൊണ്ടാണ് സിപിഐ, ഭരണ പാർട്ടിയാണല്ലോ, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ആരോപണവുമായി രംഗത്ത് വരുന്നത്? അശ്വിൻ. സിപിഐ ജില്ലാ സെക്രട്ടറി എസ് സോളമന്റെ ഭാഗത്ത് തന്നെ ഇത്തരത്തിലൊരു ആരോപണം വരാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. കാരണം ഈ മരണം സംഭവിച്ച ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അപ്പം ഇതിൽ കാര്യക്ഷമമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ള കുടുംബത്തിന്റെ പരാതിയും നിലനിൽക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ വിളിക്കുമ്പോഴും ഈ കേസിൽ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തെ ഒരു വിധത്തിലും ഭാഗമാക്കിയിട്ടില്ല എന്നുള്ളതാണ് പോലീസും പറയുന്നത്. അതിന് കാരണമായി പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ പ്രതിനിധികളാരും പോലീസ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ ന്യായീകരണം. നമുക്കറിയാവുന്നതുപോലെ കേരളത്തിനകത്തും പുറത്തും നൂറുകണക്കിന് ബ്രാഞ്ചുകളുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ്. അതിന്റെ ആരെയും പോലീസ് വിളിച്ചിട്ട് ബന്ധപ്പെടാനാകുന്നില്ല എന്നുള്ളൊരു ന്യായീകരണം എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. സിപിഐയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഇന്ന് ഈ മരിച്ച ശശിയുടെ വീട്ടിലെത്തുകയും കുടുംബത്തെ കണ്ട് സംസാരിക്കുകയും ചെയ്തത്. കുടുംബമാണ് ജില്ലാ സെക്രട്ടറിയോട് ഇത്തരത്തിലൊരു പരാതി മുന്നോട്ട് വെച്ചതും. എന്തായാലും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പോലീസിനെ ഭരണകക്ഷി വിമർശിക്കുന്നതും. ഇത് ഇടതു സർക്കാരിന്റെ നയമല്ല പോലീസ് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് വിമർശനമൊപ്പം ഇതിൽ ഈ മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഗുണ്ടകളാണ് ശശിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്നുകൂടി ജില്ലാ സെക്രട്ടറി എസ് സോളമൻ പറയുന്നുണ്ട്. പോലീസ് നിലവിലെ നടപടി തിരുത്തണം, അതിൽ കൃത്യമായ ഇടപെടൽ വേണം, കാര്യക്ഷമമായ അന്വേഷണം വേണം. അല്ലാത്ത പക്ഷം ഇത് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകും. ഭരണകക്ഷിയാണെങ്കിൽ പോലും പരസ്യമായ പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി സിപിഐ നൽകുന്നുണ്ട്. എന്തായാലും പോലീസ് ഇനി ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഇത്രത്തോളം വലിയ ഒരു സംഭവത്തിൽ 642 രൂപ അടയ്ക്കാൻ വൈകി എന്നുള്ള പേരിൽ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ മൈക്രോ ഫിനാൻസിന്റെ ജീവനക്കാരെ കണ്ടെത്താനോ അവരെ ഒരു തവണയെങ്കിലും ചോദ്യം ചെയ്യാനോ പോലും പോലീസ് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികമാണ്. ഇപ്പോൾ ഈ കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ ഒരു ഗുരുതരമായ ആരോപണമുള്ളത് ഈ ശശിയെ വീട്ടിൽ തടഞ്ഞു വെക്കുകയും പണമടയ്ക്കാൻ സാവകാശം ചോദിച്ചപ്പോൾ തൂങ്ങിച്ചാവട എന്ന ഈ പൈസ പിരിക്കാനെത്തിയ ഏജന്റ്, ഇവരുടെ ഇതിന്റെ മാനേജർ അടക്കമാണ് എത്തിയത്. ഒപ്പം ഉണ്ടായിരുന്ന ഏജന്റ് അത്തരത്തിലൊരു പരാമർശം നടത്തിയെന്നുള്ള ഒരു ഗുരുതരമായ ആരോപണമാണ് മുഖ്യമന്ത്രിക്ക് കുടുംബം നൽകിയിരിക്കുന്ന പരാതിയിൽ പ്രധാനമായി എടുത്തു പറയുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെയും മുന്നിലുണ്ട്. പോലീസിന് നൽകിയ പരാതിയിലും ഈ കാര്യങ്ങളുണ്ട്. എന്നിട്ട് പോലും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള വിമർശനം ഗുരുതരമാണ്. പോലീസ് സിപിഐയുടെ ഒരു താക്കീത് എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ പോലും ഇതിൽ എന്ത് നടപടിയെടുക്കും, ഇനി എന്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. എന്തായാലും സർക്കാർ തലത്തിൽ ഇതിനാവശ്യമായ ഇടപെടൽ നൽകും, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആവശ്യപ്പെടും എന്നുള്ള ഒരു ഉറപ്പുകൂടി സിപിഐയുടെ ജില്ലാ സെക്രട്ടറി കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അശ്വിൻ, അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രാഥമികമായി വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായി വരുന്നുണ്ട്. കാരണം ഇത്രമാത്രം അവിടെ ഈ പണമിടപാട് സ്ഥാപനത്തിന്റെ ആൾക്കാർ വന്ന് ആ വീട്ടിൽ ബഹളം ഉണ്ടാക്കുകയും വലിയ രീതിയിൽ ഒരാഴ്ച മാത്രം വൈകിയ ഏതാണ്ട് 2700 രൂപയാണ്, അത്രയും വളരെ ചെറിയൊരു തുകയാണ്. അതിന്റെ പേരിൽ വീട്ടിലേക്ക് വരിക, അവിടെ ഭീഷണിപ്പെടുത്തുക, പല രീതിയിൽ മാനസികമായി ഒക്കെ ബുദ്ധിമുട്ടിലുണ്ടാക്കുക, ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോഴും ഈ പ്രതിപട്ടികയിലോ അല്ലെങ്കിൽ അവർക്കെതിരെയോ ഒരു രീതിയിലുള്ള വകുപ്പുകളോ ചുമത്താതെയാണ് ഈ കേസ് ഇപ്പോൾ നിലവിലുള്ളത്.
അസ്വാഭാവിക മരണം എന്ന രീതിയിൽ മാത്രമാണ് കേസുള്ളതെന്ന് പറയുമ്പോൾ പ്രാഥമികമായി തന്നെ അവിടെ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ഇപ്പോൾ ഈ രാഷ്ട്രീയമായൊക്കെ തന്നെ ഇതിപ്പോൾ അവിടെ വിഷയമായി മാറിയ സ്ഥിതിക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും മറ്റെന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? അതൊന്ന്. മറ്റൊന്ന്, ഈ സംഭവത്തെക്കുറിച്ച് അതായത് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും ഈ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ഈ ശശി എന്നയാൾ മറ്റാരുടെങ്കിലും, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ ആരോടെങ്കിലും എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോലീസ് കണ്ടെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അത്തരത്തിൽ ഒരു ഇടപെടലും ആദ്യം ചോദ്യത്തിനുള്ള ഉത്തരവാണ്. അത്തരത്തിൽ ഒരു ഇടപെടലും മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും പോലീസ് നടത്തുന്നില്ല. അവർ കാരണമായി പറയുന്നത് ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ ആരെയും ബന്ധപ്പെടാനായില്ല എന്നുള്ള മുടന്ത് ന്യായീകരണമാണ്. അത് എത്രത്തോളം പോലീസിന് അങ്ങനെ പറയാനാകുമെന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രത്തോളം കേരളമാകെ പരന്നു കിടക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ആരെയും ഇതുവരെ ബന്ധപ്പെടാനായില്ല എന്നുള്ള ഒരു വിശദീകരണം എന്തുകൊണ്ടാണ് പോലീസ് പറയുന്നത് എന്നുള്ളത് ആശങ്കാജനകമാണ്. ഇത്രത്തോളം ഗുരുതരമായൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ. മറ്റൊന്നാം, ഇന്നലെ രാവിലെ, അതായത് ഈ മരണം സംഭവിക്കുന്ന ദിവസം രാവിലെ മുതൽ ഈ രണ്ട് ബ്രാഞ്ചുകൾ, കുർത്തിക്കാട് ബ്രാഞ്ചിൽ നിന്നൊപ്പം താമരക്കുളം ബ്രാഞ്ചിൽ നിന്നുമുള്ള 8ഓളം മൈക്രോ ഫിനാൻസ് ജീവനക്കാരാണ് ഈ ശശിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നത്. ശശിയെ പുറത്തേക്ക് പോകാൻ പോലും അനുവദിച്ചില്ല. പണം കണ്ടെത്താനുള്ള സാവകാശം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഭാര്യ ജോലിക്ക് പോയി തിരികെ വരുന്ന സമയം പുറത്തുനിന്ന് വിളിച്ചുകൊണ്ടുവരാൻ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ തടഞ്ഞു വെക്കുന്നു. ശശിയുടെ സൈക്കിൾ എടുത്ത് മാറ്റിവെക്കുന്നു. അതും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ 5:30 വരെ അവിടെ തുടർന്നു. 5:30 പോകാൻ നേരത്തെ പണം അടയ്ക്കാൻ കഴിവില്ലെങ്കിൽ ഇതൊന്നും എടുക്കാൻ നിൽക്കരുത്, ഇനി 670 രൂപ തരാൻ പറ്റില്ലെങ്കിൽ പോയി ചാവട എന്നുള്ള ഒരു മറുപടി അധിക്ഷേപകരമായി ഈ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ശശിയുടെ ഭാര്യയും മരുമകളുമാണ് രേഖാമൂലം മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരിക്കുന്നത്. അന്ന് 5:30 ഇവർ പോകുന്നു. പിന്നീട് ശശിയെ ജീവനോടെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വേദനാജനകമായ സാഹചര്യം. അതിലൊക്കെ മനംനൊന്തായിരിക്കാം വീട്ടിലെ കിടപ്പുമുറിയിൽ പ്ലാസ്റ്റിക് കയറിൽ ജീവൻ എടുക്കേണ്ട ഒരു സാഹചര്യം ശശിക്ക് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ശശി എന്നുള്ളത് ഈ പരാതിയിൽ കൃത്യമായി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കുടുംബം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു മരം കയറി ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. കഴിഞ്ഞ 2 മാസക്കാലം വലിയ മഴയായിരുന്നു, നമുക്കറിയാം. അതുകൊണ്ട് ആ ജോലിക്ക് പോകാനായിരുന്നില്ല. അതുകൊണ്ട് ഈ 672 രൂപ എന്ന് പറയുന്നത് ശശിയെ പോലെ ഒരാളെ സംബന്ധിച്ച് പെട്ടെന്നെടുത്ത് നൽകാനോ അങ്ങനെ അടയ്ക്കാനോ കഴിയുന്ന ഒരു സാഹചര്യം ആ തൊഴിലില്ലാത്ത ആ ഒരു 2 മാസക്കാലത്തിൽ വളരെ വലിയ രീതിയിൽ നേരിടുന്ന പ്രശ്നമാണ്. അതിന് 2 ദിവസം സാവകാശം മാത്രമാണ് അവർ ചോദിച്ചിരുന്നത്. അതുപോലും അനുവദിക്കാതെയാണ് ഇത്തരത്തിൽ 2 ബ്രാഞ്ചുകളിൽ നിന്നുള്ള ആളുകൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയുമൊക്കെ ചെയ്തത്. എന്തായാലും അതിൽ എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെ നിഷ്ക്രിയമായി ഇടപെടുന്നു എന്നുള്ള വലിയ ചോദ്യം അത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ CPIയുടെ ജില്ലാ സെക്രട്ടറി അടക്കം ഇടപെട്ട സാഹചര്യത്തിൽ ഇനി എങ്ങനെ പോലീസ് മുന്നോട്ട് പോകും? കാര്യക്ഷമമായ ഇടപെടലുണ്ടാകുമോ? ഈ ധനകാര്യ സ്ഥാപനത്തിൽ അന്ന് വീട്ടിലെത്തിയ ആളുകളെ കണ്ടെത്തി അവരെ കൂടി പ്രതി ചേർത്ത് ഏതെങ്കിലും തരത്തിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് നടത്തുമോ എന്നുള്ളതൊക്കെ ശ്രദ്ധേയമാണ്. വള്ളികുന്നം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. അവരിപ്പോഴും പറയുന്നത് ഈ ധനകാര്യ സ്ഥാപനത്തെ ബന്ധപ്പെടാനായില്ല എന്നുള്ള വിശദീകരണം തന്നെയാണ്. നിലവിലിപ്പോൾ ഈ കുടുംബം മറ്റ് രീതികളിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഏകദേശം 1,10,000 രൂപ മാത്രമാണ് ശശി വായ്പ എടുക്കുന്നത്. വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടി ഗത്യന്തരമില്ലാതെ എടുക്കുന്നതാണ്. അതിൽ കൊള്ള പലിശയാണ് വാങ്ങുന്നത് എന്നുള്ളൊരു ആരോപണം കൂടിയുണ്ട്. അതിൽ അത്തരത്തിലൊരു പരാതി RBI ഗവർണർക്കും കുടുംബം ഇന്ന് നൽകിയിട്ടുണ്ട്. അതിലടക്കം തുടർ നടപടികൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ശശിയുടെ മൃതദേഹം നാളെ സംസ്കരിക്കും. അതിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവിടെ ശ്രമിക്കുന്നുണ്ട്. ഒരു ജനകീയ വിഷയം ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. പോലീസ് ഇത് കാണാതിരിക്കുമ്പോൾ പോലും അത് വലിയ പ്രതിഷേധങ്ങളിലേക്ക് ആ മേഖലയിൽ പോകുന്നുണ്ട്. BJP വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അവർ ഈ ധനകാര്യ സ്ഥാപനത്തിന് മുന്നിലേക്ക് മൃതദേഹവുമായി പോയി പ്രതിഷേധിക്കാനുള്ള ആലോചനകൾ നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഭീഷണിപ്പെടുത്തിയത് ഈ ധനകാര്യ സ്ഥാപനത്തിന്റെ താമരക്കുളം ബ്രാഞ്ചിലെ ജീവനക്കാരാണ്. ഈ മരണം സംഭവിച്ചതിന് ശേഷം ഇന്നേ വരെ ആ ബ്രാഞ്ച് തുറന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. എന്തുകൊണ്ട് അത്തരത്തിലൊരു നടപടിയിലേക്ക് ഈ ധനകാര്യ സ്ഥാപനം പോകുന്നു? അവർക്ക് തെറ്റില്ല എന്നുള്ള വിശദീകരണം അത് ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ ധനകാര്യ സ്ഥാപനം ശശിയുടെ മരണത്തിന് ശേഷം അടച്ചിടുന്നത് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. സ്വാഭാവികമായത് പ്രതിഷേധത്തെ ഭയന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. ശശിയുടെ മരണത്തിലാണ്, ആത്മഹത്യയിലാണ് ഇപ്പോൾ വലിയ ദുരൂഹതയുള്ളത്. അതിൽ കൃത്യമായി പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത് CPI ആണ്.